കാൽവിൻ പെർഫ്യൂംസിൻ്റെ 27ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് ടുബാക്കോ ബേസ്ഡ് ആയിട്ടുള്ള പെർഫ്യൂംസിനെ പറ്റിയായിരുന്നു. ഒരു 3 ടുബാക്കോ ബേസ്ഡ് പെർഫ്യൂംസിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞാനത് പറഞ്ഞത്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ മീൻസ് അതിൻ്റെ ഐ ബട്ടൺ ഈ സ്ക്രീനിൽ തന്നെ ഇടാം. അപ്പോൾ അവിടത്തേക്ക് നേരിട്ട് കാണാൻ മിസ്സായിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇന്ന് പരിചയപ്പെടുത്തുന്നതും 2 പെർഫ്യൂംസാണ്. ഡിപ്റ്റിക് എന്നുള്ള ബ്രാൻഡ് ഒരുപക്ഷെ ഇപ്പോൾ കേരളീയർക്കോ ഇന്ത്യക്കാർക്കോ ഒക്കെ വളരെ സുപരിചിതമായ ഒരു ബ്രാൻഡാണ് ഡിപ്റ്റിക്. ഒരു 2-3 വർഷം മുമ്പ് ആരും കേൾക്കാത്തൊരു ബ്രാൻഡായിരുന്നു. പക്ഷെ ഇപ്പോൾ വളരെ സുപരിചിതം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SRKയുടെ പെർഫ്യൂം എന്നാണ് ഇപ്പോൾ ഡിപ്റ്റിക്കിനെ നമ്മൾ പറയുന്നത്. ഡിപ്റ്റിക്കാണ് SRK ഉപയോഗിക്കുന്നത് എന്നൊരു ഇൻ്റർവ്യൂവിൽ അത് പറഞ്ഞതിന് ശേഷം ആ വീഡിയോ ഭയങ്കര എന്താ പറയുക വൈറലായിരുന്നു. കോടിക്കണക്കിന് ആളുകളാണ് ആ വീഡിയോ കണ്ടത്. ഒരുപാട് പെർഫ്യൂം എൻക്വയറീസ് എല്ലാം വന്നിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ പെർഫ്യൂം അല്ല കേട്ടോ. ഡിപ്റ്റിക്കിൻ്റെ വേറെ 2 പെർഫ്യൂമാണ്. സ്പെഷ്യലി ലേഡീസിൻ്റെ പെർഫ്യൂമാണ്. കാരണം യുണീക്ക് പെർഫ്യൂംസ് ആഗ്രഹിക്കുന്നവർക്ക്, അതായത് വ്യത്യസ്തമായ ഒരു മണം, നോർമലി എല്ലാത്തിലും കാണാത്ത ടൈപ്പ് ഒരു വ്യത്യസ്തമായ ഒരു മണം ആഗ്രഹിക്കുന്ന ലേഡീസിന് വേണ്ടിയിട്ടുള്ള 2 പെർഫ്യൂംസാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തെ പെർഫ്യൂം ഡൂസൺ എന്ന് പറയുന്നൊരു പെർഫ്യൂമാണ്. എൻ്റെ DOSON. എൻ്റെ ഫ്രഞ്ച് ഇതാണ്, എൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ ചിലപ്പോൾ ഞാൻ പറയുന്നതായിട്ടൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവാം. ഡൂസൺ എൻ്റെ വെക്കാബുലറി നോക്കി വന്നപ്പോഴത്തേക്ക് അതാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അതാണ് എൻ്റെ പെർഫ്യൂം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബർ റോസിൻ്റെ പെർഫ്യൂമാണ്. കാരണം ട്യൂബർ റോസ് എൻ്റെ ഫ്രാഗ്രൻസ് ഒരുമാതിരിപ്പെട്ട ഫ്ലോറൽ പെർഫ്യൂംസിലൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഈ ട്യൂബർ റോസിനെ എടുത്ത് കാണിക്കുന്ന ഒരു പെർഫ്യൂം, ട്യൂബർ റോസിൻ്റെ മണം മുമ്പിൽ തന്നെ നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് ഡൂസൺ എന്ന് പറയുന്ന പെർഫ്യൂം. ഇറ്റ്സ് എ ഫ്ലോറൽ മസ്കി പെർഫ്യൂം. ഈ ട്യൂബർ റോസിൻ്റെ സ്മെല്ലിൻ്റെ കൂടെ സാധാരണ നമ്മുടെ റോസാപ്പൂവിൻ്റെ സ്മെല്ലുണ്ട്, ജാസ്മിൻ ഉണ്ട്, ഇങ്ങനെയുള്ള പൂക്കളെല്ലാം കൂടി ചേർന്നിട്ട് വരുന്ന ഒരു ഓറഞ്ചിൻ്റെ ഒരു നോട്ട്സും കൂടി അതിനകത്ത് മിക്സ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് വരുന്നൊരു പെർഫ്യൂമാണ് ഡൂസൺ എന്ന് പറയുന്ന പെർഫ്യൂം. ആക്ച്വലി ട്യൂബർ റോസിനെ ആഗ്രഹിക്കുന്ന ആ ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് അത് എടുക്കാവുന്ന ഒരു പെർഫ്യൂമാണ്. ഈ ട്യൂബർ റോസിൻ്റെ പെർഫ്യൂം പറഞ്ഞപ്പോഴത്തേക്കും ലൂയി വൂറ്റൻ്റെ ഒരു പെർഫ്യൂം ഉണ്ട്, ടർബുലൻസ് എന്ന് പറയുന്ന പെർഫ്യൂം. അതായിരുന്നു എൻ്റെ അറിവിൽ ട്യൂബർ റോസിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പെർഫ്യൂം. പക്ഷെ അത് ഡിസ്കണ്ടിന്യൂഡ് ആയിപ്പോയി. ഇപ്പോൾ ആ പെർഫ്യൂം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. ഇപ്പോൾ എൻ്റെ അറിവിൽ ഇതാണ് ഉള്ളത്. ഇനിയും പെർഫ്യൂംസ് ഒക്കെ കാണും കേട്ടോ, ഞാൻ എൻ്റെ അറിവിലെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. രണ്ടാമത്തെ പെർഫ്യൂം, ഇത് നമ്മൾ ഫ്ലോറൽ പെർഫ്യൂം അല്ലേ. രണ്ടാമത്തെ പെർഫ്യൂം ഫ്രൂട്ടി പെർഫ്യൂമാണ്. ഓംബ്രി ഡാൻസ് എന്ന് പറയുന്ന പെർഫ്യൂം അത് പക്ക ഒരു ഫ്രൂട്ടി പെർഫ്യൂമാണ്. ഫ്രൂട്ടി ഫ്രാഗ്രൻസിൽ ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് ബ്ലാക്ക് കറണ്ട്. മിക്കവാറും ഉള്ള ഫ്രൂട്ടി പെർഫ്യൂംസിലെല്ലാം ബ്ലാക്ക് കറണ്ടിൻ്റെ സ്മെല്ല് ഉണ്ടാവും കേട്ടോ. പക്ഷെ ആക്ച്വലി നമ്മളൊരു ബ്ലാക്ക് കറണ്ടിൻ്റെ ഒരു എസെൻഷ്യൽ ഓയിൽ എടുത്ത് സ്മെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ്. ആ ബ്ലാക്ക് കറണ്ടിൻ്റെ ഫ്രൂട്ടും ബ്ലാക്ക് കറണ്ടിൻ്റെ തന്നെ ലീഫ്, പിന്നെ റോസാപ്പൂവിൻ്റെ സ്മെല്ല്, ചെറിയ ഓറഞ്ചിൻ്റെ നോട്ട്സ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഓംബ്രി ഡാൻസ് എന്ന് പറയുന്ന പെർഫ്യൂം. നല്ല സ്ട്രോങ് പെർഫ്യൂമാണ്. ഒരു യുണീക്ക് ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. നമുക്ക് അതിൻ്റെ ഒരു എല്ലാം കൂടിയുള്ളൊരു കമ്പൈൻഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, യുണീക്ക് ഫ്രാഗ്രൻസ് ആഗ്രഹിക്കുന്ന ലേഡീസിന് ബ്രാൻഡ് പറയുമ്പോഴും നമുക്ക് ഒരു ലക്ഷറി ബ്രാൻഡ്, ഫ്രാൻസിലെ ഒരു ലക്ഷറി ബ്രാൻഡ് ഡിപ്റ്റിക്, അവരുടെ 2 പെർഫ്യൂംസാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത്. ഈ 2 പെർഫ്യൂംസിൻ്റെയും ഇൻസ്പയർഡ് വേർഷൻ നമ്മൾ ചെയ്യുന്നുണ്ട് ഷോപ്പിൽ. വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.